തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ ഉണ്ടായ ഒരു ദാരുണമായ സംഭവമാണ്. അണ്ടൂർക്കോണം എന്ന സ്ഥലത്ത് ഓടയിലേക്ക് സ്കൂട്ടർ വീണ് യുവാവ് മരിച്ചു. അണ്ടൂർക്കോണം സ്വദേശി അൻഷാദിനാണ് ജീവൻ നഷ്ടമായത്. വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഓടയിലേക്ക് വീഴുകയായിരുന്നു. സ്കൂട്ടറിലെ ലൈറ്റ് അണയാതിരുന്നതിനാൽ അതുവഴി വന്ന യാത്രക്കാർ ആണ് ഈ അപകട വിവരം അറിഞ്ഞത്. ജിബിൻ ജെബി കൂടുതൽ വിവരങ്ങളുമായി ശരി ജിബിനിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു പ്രതികരണം കേട്ട ശേഷം. നമ്മൾ രാത്രി നമ്മുടെ മെമ്പറാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെ ആക്സിഡന്റ് നടന്നെന്ന് പറഞ്ഞിട്ട്. രണ്ടുപേർ രാത്രി പോയപ്പോൾ ഓടയ്ക്ക് അതൊരു ബൈക്ക് ലൈറ്റ് ഓഫായിട്ടില്ല, ഓണായി കിടക്കുന്നു. പിന്നെ മെമ്പറെ നമ്മളെ അറിയിച്ച് വന്നു. നമ്മൾ വണ്ടി എടുത്ത് പോലീസിനെ വിളിച്ച് വണ്ടി എടുത്ത് പോയിക്കുമ്പോൾ അകത്ത് ആൾ കിടപ്പുണ്ട്. അപ്പോഴേ അനക്കൊന്നുമില്ല. അപ്പോഴത്തന്നെ പോലീസ് വന്ന് 108 വിളിച്ച് കയറ്റി നമ്മളങ്ങ് വിട്ടു. ഈ സൈഡിൽ കൂടെ വണ്ടി വന്ന് ഓട ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. വണ്ടി ഒരു 2:15 ആ സമയത്താവും. നമ്മളൊരു 3 കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ വന്നപ്പോഴേ തന്നെ കയറ്റി വിട്ടു. മംഗലൂരും പോലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അനക്കമൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു പൾസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. നോക്കിയപ്പോൾ ആള് ജംഗ്ഷനിലുള്ളതാണ്. ഇവിടെ 1.5 കിലോമീറ്ററുള്ള അടുത്തുള്ള ആളാണ്. ഈ അപകട സ്ഥലത്ത് നിന്ന് തന്നെ ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, ഒരുപക്ഷെ ഉറക്കത്തിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കും നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ്. ഈ ഓട എന്നത് അങ്ങനെ സാധാരണ രീതിയിൽ സ്ലാബിട്ടൊക്കെ മൂടുന്ന തരത്തിലുള്ള ഒരു ഓടയാണോ അതോ സാധാരണ ഒരു തിട്ടാണോ? ദിവിഷ്, ഇന്ന് പുലർച്ചെ 2:15 കൂടിയാണ് അൻഷാദിന് ജീവൻ നഷ്ടമായ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ കാണുന്നതാണ് പ്രദേശം. ഇവിടെ ഒരു LP സ്കൂളുണ്ട്. ഈ LP സ്കൂളിന് സമീപത്തായി ഒരു ഹമ്പുണ്ട്. ഈ ഹമ്പിൽ കയറിയ ശേഷം വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ കാണുന്ന പ്രദേശം വരെ, അതായത് ആ ഹമ്പ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ വളവാണ്. ആ വളവിൽ കൂടി നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ കാണുന്ന പ്രദേശത്തേക്ക് കൂടിയാണ് അൻഷാദിന്റെ ഇരുചക്ര വാഹനം കടന്നുപോയി. ഈ കാണുന്ന ഓടയുടെ ഈ കാണുന്ന ഭാഗത്താണ് വീണ് കിടക്കുകയും ചെയ്തത്. ഏകദേശം 2:15 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. തൊട്ട് പിന്നാലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവും ഇതുവഴി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അവരുടെ ശ്രദ്ധയിലാണ് ഓടയിൽ ഒരു സ്കൂട്ടർ ലൈറ്റ് കത്തിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനത്തിന്റെ അടിയിലായി ഒരു മനുഷ്യനുണ്ട് എന്നുള്ള ഒരു കാര്യം ഇവർ കണ്ടെത്തിയിരുന്നത്. തുടർന്ന് വാർഡ് മെമ്പർ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് മംഗലപുരം പോലീസും ഈ നാട്ടുകാരും ചേർന്ന് അൻഷാദിനെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തത്. ഇതുവഴി അപകടം നടന്ന സമയത്ത് ഇതുവഴി സഞ്ചരിച്ചത്, അതായത് അൻഷാദും സ്കൂട്ടറും ഈ ഓടയ്ക്കകത്ത് കിടക്കുന്ന കാഴ്ച ആദ്യം കണ്ട ആളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുന്നത്. ചേട്ടാ, ഇന്നലെ എത്ര മണിയോട് കൂടിയാണ് നിങ്ങൾ ഇത് കണ്ടത്? ഞങ്ങൾ 2:30 കഴിഞ്ഞ് 2:30 ഞങ്ങൾ ലുലുമാളിൽ നിന്ന് വന്ന സമയത്താണ് സ്കൂട്ടർ ലൈറ്റ് കത്തി കിടക്കുന്ന കാര്യം കണ്ടത്. ഇപ്പോൾ നോക്കുമ്പോൾ ആദ്യം ഞാൻ കണ്ടില്ല, പിന്നെ വീട്ടുകാരാണ് കണ്ട ആൾ അടിയിലുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അടിയിൽ ആളുണ്ട്. വാർഡ് മെമ്പറെ വിളിച്ച്, അടുത്തുള്ള സുലൈമാൻ കാക്കയെ വിളിച്ച്, ബാക്കി ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് പോലീസിനെയൊക്കെ വിളിച്ച് വിവരം അറിയിച്ചു. അവരെല്ലാം വന്നു, ആംബുലൻസ് വന്ന് അത് കയറ്റി വിട്ടു. വാഹനത്തിന്റെ അടിയിൽ ആളുള്ളത് ശ്രദ്ധപ്പെട്ടിരുന്നു? ആദ്യം പെട്ടില്ല, പിന്നീട് വീട്ടുകാരാണ് പറഞ്ഞ അടിയിൽ ആളുണ്ടെന്ന്. ലൈറ്റ് അങ്ങനെ കത്തി കിടക്കുന്ന എന്തുകൊണ്ടെന്ന് നോക്കിയതാണ് സ്കൂട്ടറിൽ. അപ്പോഴാണ് നോക്കിയപ്പോഴാണ് അടിയിൽ ആളും ഉണ്ട്. എന്തായാലും ഒരു ആക്സിഡന്റ് ആണ് എന്ന് മനസ്സിലായി. പുറത്തെടുക്കുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി അറിയാൻ പറ്റില്ല. അന്നേരം ഒരു മെഡിക്കൽ പഠിച്ച ആളായിരിക്കും. ഒരാൾ ഹാർട്ട് ബീറ്റ് ഉണ്ടാന്ന് നോക്കിയപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഉടനെ ആംബുലൻസിൽ കയറ്റി വിട്ടു. ദിവിഷ, തന്നെയാണ് ഈ 2:15 കൂടിയാണ് CCTV ദൃശ്യങ്ങൾ അനുസരിച്ച് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. തൊട്ട് സമീപത്ത് തന്നെയുള്ള ഒരു കടയുടെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അത് പ്രകാരം 2:15 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം 2:30 തൊട്ട് പിന്നാലെ തന്നെ ലുലു മോളിൽ നിന്ന് ഈ കുടുംബം ഇതുവഴി യാത്ര ചെയ്യുന്ന കുടുംബം അൻഷാദ് ഓടയിൽ കിടക്കുന്നത് കാണുകയായിരുന്നു. ഇതാണ് ഈ അപകടം സമയത്ത് അൻഷാദ് ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ. ഈ ഒരു ഇരുചക്ര വാഹനത്തിലാണ് അൻഷാദ് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. വീട് ഇവിടെ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.25 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അൻഷാദിന്റെ വീട്ടിലേക്ക്. അതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുകയും അൻഷാദ് എന്ന് പറയുന്ന 45-കാരന് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. ദിവിഷ്, ദാരുണമായ സംഭവമാണ്. പുലർച്ചെയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. വാഹനം നിയന്ത്രണം വിട്ട് നേരെ റോഡിന് സമീപത്തുള്ള ഓടയിലേക്ക് ചെന്ന് പതിക്കുകയായിരുന്നു. അതുവഴി കടന്നു വന്ന യാത്രക്കാർ അത് കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് സംഭവം അറിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു.